ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്നൊരു മക്രോണിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ വിനാഗിരി ചേർത്ത് കൊടുത്താൽ മതി. ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 15 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഈ സമയത്ത് ഞാൻ മക്രോണി വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 2 കപ്പ് മക്രോണി എടുക്കുന്നെങ്കിൽ ഒരു 5 കപ്പ് വെള്ളമെങ്കിലും ഒഴിച്ചു കൊടുക്കണം. ഇനി ഞാനിതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മക്രോണി ഒട്ടിപ്പിടിക്കാതെ കിട്ടും. ഇതിന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോഴത്തേക്കും വെള്ളം നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മക്രോണി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 3 കപ്പ് മക്രോണിയാണ് ഇട്ട് കൊടുക്കുന്നത്. മക്രോണി ഇട്ടെടുത്ത പാട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ച് വേവിക്കാം. ഒരുപാട് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ മക്രോണിയുടെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരിപ്പയിലേക്ക് മാറ്റാം. മുഴുവനായും ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ പച്ചവെള്ളം കൂട്ടി കൊടുത്താൽ പിന്നീട് ഒട്ടിപ്പിടിക്കില്ല. നമുക്ക് ഓരോന്നോരോന്നായിട്ട് തന്നെ കിട്ടും. ഇനി ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് ഞാനൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടാകുന്ന സമയത്ത് നമുക്കതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടാകുന്ന സമയത്ത് നമുക്കതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. കുറച്ച് സമയം കഴിയുമ്പോൾ നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. 2 സൈഡിലും ഫ്രൈ ആവാൻ വേണ്ടിയിട്ടാണ് ഇളക്കി കൊടുക്കുന്നത്. ചിക്കൻ നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിൻ്റെ മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി, കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ക്യാപ്സിക്കം, പിന്നെ ഒരു വലിയ ക്യാരറ്റ് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്ത അതേ ഓയിലാണ് ഇപ്പോൾ മസാല ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി വഴന്ന് വരുന്നത് വരെ നമുക്ക് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉള്ളി നന്നായി വഴന്ന് വന്നതിന് ശേഷം നമുക്കതിലേക്ക് തക്കാളിയും ക്യാപ്സിക്കവും ക്യാരറ്റും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം.
ഞാനിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവ് ഇഷ്ടമുള്ളവർക്ക് കുറച്ചും കൂടി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഞാൻ നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച മക്കറോണി ഇട്ട് കൊടുക്കാം. വീണ്ടും നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ലാസ്റ്റ് ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കെച്ചപ്പ് ഉണ്ടെങ്കിൽ 1 ടീസ്പൂൺ കെച്ചപ്പും കൂടി ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മൾ മക്കറോണി ഇവിടെ റെഡിയായി. നല്ല ടേസ്റ്റാണ് അപ്പോൾ മക്കറോണിക്ക്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.